മതിയോ? സന്തോഷമായോ? അപ്പോൾ ഇതയാള് ഗ്രാനൈറ്റ് പുരേന്ന് ഇങ്ങ് എടുത്തതാട്ടോ. അതും കൊണ്ടാ വന്ന് അളവ് നോക്കുക. കുറേ കാലമായി കല്യാണം കഴിച്ച അന്ന് മുതലുള്ള മിന്നുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഊട്ടിയിലും കൊടൈക്കനാലും പോകണമെന്നൊന്നുമല്ല, വീട്ടിലൊരു ഭയങ്കര ഒരു വാഷ് ബേസ്, ഒരു മോഡലുള്ളൊരു സാധനം വെക്കണം എന്നുള്ള ആ ഒരു കാര്യം നമ്മളിത് നിറവേറ്റുകയാണ്. എന്തായാലും വാലൻറ്റൈൻസ് ഡേക്ക് ഡയറി മിൽക്കൊന്നും വാങ്ങിക്കൊടുക്കാനായിരിക്കില്ല, പുരയിലൊരു വാഷ് ബേസ് അങ്ങ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഓക്കെ അല്ലേ? നമ്മളിപ്പോൾ ഉള്ളത് നരിക്കുനി സ്റ്റാൻഡേർഡിലാണ് കേട്ടോ. ഇവിടെയെന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടത്, രക്ഷയില്ല കളക്ഷൻസ്. നരിക്കുനിക്കാർക്കൊക്കെ അറിയാമല്ലോ സ്റ്റാൻഡേർഡിൽ നിന്നാണ് നമ്മളെല്ലാ ടൈൽസും എടുത്ത്, വീടിൻ്റെ മൊത്തം ടൈലെടുത്ത് ഇവിടെ നിന്നാണ്. ഇതൊരു ഭയങ്കര ഓഫർ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. 8,999 ഈ ഫുൾ സെറ്റ് കിട്ടും. 10 വർഷ വാറണ്ടിയിൽ ക്ലോസറ്റും വാഷ് ബേസും പൈപ്പുകളും ഈ ഫുൾ സെറ്റ്, അതായത് ഏകദേശം ഒരു 25 ഐറ്റംസിൽ വരുന്നത്. അതുപോലെ ടൈൽസൊക്കെ കണ്ടില്ലേ, ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. റീസണബിൾ റേറ്റ്, അതായത് ഇവിടുത്തെ മെയിൻ റേറ്റിൻ്റെയാണ്. അടിച്ച് വാങ്ങുക അങ്ങനെ ഒരു ചിന്ത വിളിക്കില്ല കേട്ടോ. നമുക്ക് വീട്ടിൽ പോയിട്ട് നമ്മളെ വാഷ് ബേസൊക്കെ സെറ്റ് ചെയ്യുന്നൊക്കെ കാണിച്ചു തരാം. സുധാകരേട്ടൻ വരുന്നുണ്ട്. സുധാകരേട്ടൻ പുരയിലെത്തും മുമ്പ് വേഗം പോകണം. ഇവിടുത്തെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കാണിച്ചു തരാം. നേരെയില്ല പോവാലെന്നാ ഗൈസ്. നമ്മളിവിടെ ഫ്രെയിം അടിച്ചിക്ക്, വേറെ ഒന്നും ചെയ്തിട്ടില്ല വാഷ് ബേസിന്. അപ്പോൾ കുഞ്ഞിൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് ഇതൊക്കെ പിടിച്ചിട്ട് കാല് മുറിയുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇത് ചെയ്യുന്നത് കേട്ടോ. കണക്ക് സുധാകരേട്ടൻ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു പ്രത്യേക തരത്തിലുള്ളതല്ല, നല്ല ഇങ്ങനെയുള്ള ആക്കിയാലാണ് ഇത് ചുമരുമ്മൽ നിൽക്കുകയുള്ളൂ. ജമീലൊക്കെ ഗ്ലാസ് എത്തായിട്ട് ഏൽപ്പിച്ചതാട്ടോ. ജമീലൊരു 2 ദിവസം കൂടിയേ ഇവിടെ ഉള്ളൂ. ഞങ്ങൾ വേറെ ഉള്ള ഒരാളെ പണിക്ക് വെച്ചിക്ക് ഗ്ലാസ് എടുക്കാനാകത്ത. അതെ, കൈ കണ്ടാന്ന് എനിക്ക്. പിന്നെ കുറച്ച് അതെ 2 കിലോ സിമെന്റ് വാങ്ങിക്ക്. അപ്പോൾ ഗൈസ് വാഷ് ബേസിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ബോക്സ് അടിച്ചിക്ക് നല്ല ബ്ലാക്ക് കളറ്, ബ്ലാക്കും വൈറ്റും ഈ ബ്ലാക്കൊക്കെ ആയിട്ട് മൊത്തത്തിൽ നല്ല രസമായിരിക്കും ഇത്. പണി കഴിഞ്ഞിട്ട് ഫൈനൽ കാണിച്ചു തരാം കേട്ടോ. ബേസിൻ്റെ അലമാര ഇവിടെ റെഡിയാക്കിയാണ്. എമ്മിക്കുറ്റൻ അലമാര തുറക്കുന്നതിന് ഞാൻ അതൊക്കെ റെഡിയാക്കി. ഞാൻ എവിടെ എമ്മിക്കുറ്റനായിട്ട് ഒന്നും ഞാൻ എന്നെ ഫയലൊക്കെ എത്താലെന്നുണ്ട് അല്ലേ? എമ്മിക്കുറ്റ ഇറ്റാലെന്നുണ്ടോ? ഇറ്റാലെന്നുണ്ടോ? ഫയൽ ഇറ്റാലെന്നുണ്ടോ? കിതാബ് കൊക്ക് വരുന്നുണ്ട്. ഇത് കേൾക്കാൻ സ്ഥലമില്ല. എന്താ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ട് നിങ്ങൾ അഭിപ്രായം പറയട്ടോ കമൻറ്റിൽ. സെറ്റായിക്കില്ലേ? ഇനി ഇവിടെ മിറർ വെക്കണം, നല്ല അടിപൊളി മിറർ, പിന്നെ ലൈറ്റുള്ള മിറർ. അതിന് പറ്റിയ ഒരു സ്ഥാപനം കണ്ടുപിടിക്കണം. നല്ല മിറർ എവിടെയാണ് കിട്ടുക വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, സെറ്റായിക്ക്. അടുക്കളയിൽ കുഞ്ഞിങ്ങനെ ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടുക, അതിൻ്റെ ഉള്ളിൽ കരി കുത്തിരിക്കുക. അതെല്ലാം നല്ല സൊല്യൂഷനാണ്. കറക്റ്റായിട്ട് ഇവിടെയും സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഗൈസ്, നാളെ നോമ്പാവും എന്നുള്ള ഇങ്ങനെ അതും പറയുന്നുണ്ട്. പെപ്പ നോമ്പാകുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ജമീൽ എൻ്റെ ലാസ്റ്റ് ഡേ ആണ്. രാവിലെ തന്നെ കേങ്ങ് പൊങ്ങിയതാക്കിയത് വെച്ച് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് എന്തെങ്കിലും വെറൈറ്റി ചൈനീസ് ഗുലാഫി ആയിട്ട് ഉണ്ടാക്കുവാണ് എടാ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കേങ്ങ് പൊങ്ങിയതാണ് കേട്ടോ ഇവിടെ. ജമീൽ എൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന്, ഇന്നും കൂടിയേ ഉള്ളൂ.
10 മണീൻ്റെ ചായ കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരാളിങ്ങനെ പറഞ്ഞൊക്കെ വെച്ചേക്ക് ഇൻഷാല്ല അപ്പോൾ നാളെ വരുമായിരിക്കും അങ്ങനെ. പിന്നെ വേറെന്തൊക്കെയാണ് നോമ്പിന് ഇക്കുറി നോമ്പിൻ്റെ വ്ളോഗ് വെറൈറ്റി ആയിരിക്കും കേട്ടോ. നമ്മൾ ലേശം മാക്സി എടുത്തുകൊണ്ടോ നിൽക്കണ്ടേ. മാക്സി ആരും പുറത്തുനിന്ന് വേണ്ടേക്ക്, നിങ്ങൾക്കുള്ള മാക്സി ഒക്കെ ഇവിടെ റെഡിയാ ഇല്ല മിക്കുറ്റ. മാക്സി എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള മഞ്ഞേമ പച്ചയും പച്ചേമ ചുവപ്പും ചുവപ്പുമ പുള്ളിയല്ലുള്ള വെറൈറ്റി. പിന്നെ ദുബായ് മാക്സി വേറെ ഉണ്ട്. പിന്നെ ഞങ്ങളെ വെറൈറ്റി മാക്സികൾ അതുകൊണ്ട് മിന്നുവിൻ്റെ കെയർ ഓഫിൽ മിന്നുവിൻ്റെ കുടുംബക്കാരും അങ്ങനെ മിന്നുവിൻ്റെ ടീമെല്ലാം മിന്നുവിൻ്റെ അടുത്ത് വാങ്ങിക്കും. അപ്പോൾ ഓക്ക് കമ്മീഷൻ ഉണ്ട്. അതുപോലെ പിന്നെ നിങ്ങൾക്ക് നല്ല മാക്സി വേണേൽ പുറത്തുനിന്ന് വെറുതെ വാങ്ങി പൈസ കിട്ടാറുണ്ട്. നല്ല നോക്കി നമ്മളോട് വാങ്ങിക്കാം അല്ലേ ഇന്നോ അല്ലേ. അത് തന്നെ 3 കൊല്ലമായിട്ട് മാക്സീൻ്റെ ഒന്ന് തുടരാണ്. അപ്പോൾ ഇന്ന് ഈ നോമ്പിനൊരു പൂതി ലേശം മാക്സി എടുക്കണം വിൽക്കണം എന്നുള്ള അങ്ങനെ ലേശം എടുത്തു വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ മാക്സി ആരും പുറത്തൊന്നും വാങ്ങണ്ടെങ്കിൽ മാക്സീൻ്റെ ഒക്കെ വീഡിയോ ആണ് ഇന്ന്. അതിൻ്റെ വില ഇടുന്നതും ഒക്കെ അങ്ങ് കാണിച്ചു തരാം. വെറൈറ്റി സാധനങ്ങളുണ്ട്. അപ്പോൾ മടിച്ച് നിൽക്കാണ്ട് കടന്നു വരും, എല്ലാവരും കടന്നു വരും. നിങ്ങൾ കടന്നു വന്നിട്ടില്ല നിങ്ങളെ വീട്ടിലേക്ക് ഇനിയിപ്പോൾ കുറച്ച് ദൂരത്തുള്ളവരുണ്ടാകുമല്ലോ. ഇപ്പോൾ നാദാപുരം കുറ്റ്യാടി വൈക്കല്ലോ അങ്ങനെയുള്ളവരാണ് ഒരു 10 രൂപ മാക്സി നിങ്ങൾ എടുക്കുമെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് വരും. അതിനും മുടക്കില്ല, അങ്ങോട്ടേക്ക് വന്ന് ഇതായിത്തരും. എല്ലാവരും അതന്നെ എല്ലാവരും ഉണ്ടാവുമല്ലോ. ഓരോ ഏരിയയിൽ വരുന്ന മാക്സിമം യൂട്യൂബർ വീടുകളിലേക്ക്. എൻ്റെ വാവ ഇങ്ങനെ ശങ്ക കെട്ടി നമുക്ക് എന്നാ മാപ്പി മാക്സി വിൽക്കാൻ പോകാനോ എന്നുള്ള. അപ്പോൾ മാക്സിൻ്റെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് അങ്ങ് കൊതിയാവും എന്തായാലും. അപ്പോൾ ഗൈസ് ഒരു ഇവിടെ ഉണ്ടോ നിങ്ങളൊന്ന് കാണണ്ടേനോന്ന് പറഞ്ഞിട്ട് ഓഫീസിന് മുമ്പിൽ ലൈറ്റൊക്കെ കണ്ടിട്ട് വിളിച്ചേനു. അപ്പോൾ വന്നത് 4 മാക്സി എടുത്തിട്ടുണ്ട് അല്ലേ. തീരെ പ്രതീക്ഷിക്കാണ്ടുള്ളൊരു പർച്ചേസ് അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ മാക്സി ഒക്കെ ഇങ്ങനെ റേറ്റൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വിവിധ തരത്തിലുള്ള മാക്സി ഉണ്ട്. അപ്പോൾ എന്താ അഭിപ്രായം? മാക്സി എങ്ങനെയുണ്ട്? ഇവിടെ കളക്ഷൻ ഉണ്ടോ? അടിപൊളിയാണോ? അപ്പോൾ എല്ലാവരും വേഗം തന്നെ കോണ്ടാക്ട് ചെയ്തോട്ടെ അല്ലേ. അതെ അല്ല അത് വേണ്ട. അപ്പോൾ ഇതാ ഒക്കെ മാക്സികളൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. എന്താ പറയാനുണ്ടോ? എന്നാ പറയാനുള്ള? അതെ ഇത് ഞാൻ പറഞ്ഞു പറയിപ്പിച്ചല്ല കേട്ടോ. അവരെയാണ് ഹൃദയത്തിന്ന് പറഞ്ഞത്. ഭയങ്കര ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന ആളാന്നാ പറഞ്ഞത്. ഞങ്ങളൊക്കെ ഒന്ന് സൽക്കരിക്കണം കേട്ടോ. നമുക്ക് ബിരിയാണിന്റെ വ്ളോഗ് എടുക്കാം. എന്താ പലഹാരങ്ങൾ ഉണ്ടാക്കലുണ്ട് അല്ലേ? ഇപ്പൊ അങ്ങനെ ഉണ്ടാക്കലുണ്ടോ? അതെ തരം മാക്സികളാണ് കേട്ടോ. വിലയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നല്ല ഷർട്ടിങ്ങിന്റെ ക്ലോത്താ. ഇങ്ങനെ പോയ നെഗലടിക്കുന്നൊന്നുമല്ല. കയ്യെല്ലാം കണ്ട 3/4 കഞ്ഞ് ഇതാ ഇവിടം വരെ എത്തും. നല്ല അമർത്ത് നോക്കൊക്കെ പറ്റിയ സാധനങ്ങളാണ് കേട്ടോ. ഇനി ഇതെല്ലാം കണ്ടാ ഇതാ അടിപൊളി മോഡൽ. ഇറ്റാലിൽ ഒരുപാട് ദുബായ് മാക്സി അല്ല ഇഷ്ടം പോലെ. അപ്പോൾ മടിക്കണ്ട. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ എങ്ങനെയാ കിട്ടുക എന്നല്ലേ പലരും നമ്പർ എഴുതി കാണിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് നമ്മളെ അടുത്തിപ്പോൾ ഇപ്പം അങ്ങ് കണ്ണൂർ കാസർഗോഡ് എന്നൊക്കെയാണ് പറയാച്ചാൽ ഇത് ഇഷ്ടപ്പെട്ട് പറയാച്ചാൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക, ഫോട്ടോ അയച്ച് തന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കൊറിയർ അയക്കാം. അതല്ലാണ്ട് ഇവിടെ അടുത്തുനിന്നൊക്കെ ആണെങ്കിൽ പുരയിലൊന്ന് കൊണ്ടുത്തരാം. അതും അല്ലാണ്ട് ഇപ്പോൾ നാദാപുരം അല്ല അങ്ങനെ ഇതൊക്കെ കുറ്റ്യാടി വടകര അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു കുറച്ച് മാക്സി ഒരു 10 രൂപ മാക്സി അല്ല നിങ്ങൾ എടുക്കുമെങ്കിൽ അല്ലേ നമ്മൾ വരികയും ചെയ്യാമെന്ന് പ്രശ്നമില്ല. എന്താ പറയുന്നു വെറൈറ്റി ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒരു ഇത് കേട്ടോ. നല്ല മാക്സികൾ മാത്രം. അതുകൊണ്ട് തന്നെ റേറ്റ് പിന്നെ കുറഞ്ഞത് നമ്മളെടുത്തില്ല. അതായത് ഒരു 150ൻ്റെ മാക്സി അല്ലെങ്കിൽ ഒരു 100ൻ്റെ മാക്സി അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനത്തെ കച്ചവടേ ഇല്ല. നല്ല ക്വാളിറ്റിയുള്ള മാക്സി ഒരു 350 450 അങ്ങനെയൊക്കെയുള്ള മാക്സികൾ ക്വാളിറ്റിയുള്ള അതിൻ്റെയൊക്കെ അത് മുകളിലോട്ടുള്ള അങ്ങനത്തെ മാത്രം ക്വാളിറ്റി മാത്രം. ഒരു അലക്കല്ലങ്ങ് പിന്നെ ഇതായി പോകുന്ന കരിമ്പനടിച്ച് പോകുന്ന അല്ലെങ്കിൽ കൈക്കൽ കൂട്ടാവുന്ന മാക്സി ഇല്ല. നമ്മളിപ്പോൾ അങ്ങനെ എടുക്കരുത്. ഞാൻ മുമ്പ് അങ്ങനെ വില കുറഞ്ഞൊക്കെ കുറേ എടുത്ത് കച്ചവടം ചെയ്തിരുന്നു.
നമ്മൾ മാക്സി കൊണ്ടാണ് ഒരു കാലത്ത് ജീവിച്ചത്. അപ്പോൾ അന്നേരം എല്ലാം എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞേ എടുക്കും. എന്നിട്ട് രണ്ടാമത്തെ പോക്കിന് പോകുമ്പോൾ ഇനി കഴിഞ്ഞതിന് തന്നെ മാക്സി കുറഞ്ഞേക്കല്ലോ പറയും. അതിനുശേഷം ഞാൻ ചെയ്തങ്ങ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നല്ല മാത്രം എടുക്കുമെന്ന് തുടങ്ങി. ഇപ്പോൾ യൂട്യൂബിൽ അന്നേരം ഇപ്പോൾ ആൾക്കാർ പറയും ഇഞ്ചി പണ്ടെടുത്ത മാക്സി ഇതുവരെ പോയിക്കില്ല. നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാവും. ഇൻഷാ അല്ലാഹ് മാക്സിയൊക്കെ ഇനിയും കുറേ ഇറങ്ങാനൊക്കെ ഉണ്ട് കേട്ടോ. ഈ നോമ്പ് നമുക്ക് മാക്സി എല്ലായിടത്തിലും എത്തിക്കണം. നമ്മളെ മാക്സി എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഡെലിവറിയുള്ള കൊറിയറുകൾ നമുക്ക് അയച്ചു തരാം കേട്ടോ. ഒന്നും പ്രശ്നമൊന്നുമില്ല. ഫോട്ടോസ് അയച്ചു തന്നിട്ട് ഇഷ്ടപ്പെട്ട കൊറിയറിൽ അയക്കാം. അപ്പോൾ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും. ഓക്കെ.